അങ്ങനെ ക്രിസ്മസ് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഇവിടെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ്. അപ്പോൾ അവിടെ അവരൊരു വീട് 2ാമത്തെ നില ഹൗസ് വാമിംഗ് ആണ് അവർക്ക്. അപ്പോൾ ജാനുവരി 12-നാണ് അവരത് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എത്താൻ പറ്റില്ല. ആദ്യക്ക് ആനുവൽ എക്സാമാണ്. ആദ്യം ഇനി അടുത്ത 10th ആയത് കാരണം ആനുവൽ എക്സാം നേരത്തെയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് ഞങ്ങൾ ഒന്ന് നേരത്തെ ഈ വെക്കേഷൻ ടൈമിലൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങുന്നത്. അപ്പോൾ ആ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങുകളും മറ്റുമൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ജാനുവരി 12th ഫംഗ്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വേണ്ട വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ഫംഗ്ഷനും കൂടി കഴിഞ്ഞിട്ടുള്ളതും കൂടി ചേർത്ത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. വൈക്കത്തുനിന്നും ഞങ്ങളൊരു 5:30 ആയപ്പോൾ തിരിച്ചായിരുന്നു. അപ്പോൾ തൃശ്ശൂർ എത്താറായിട്ടുണ്ട്. ഞങ്ങൾ 2 ദിവസം സ്റ്റേ ഇവിടെയാണ്. അത് മാമൻ്റെ വീടാണ് തൃശ്ശൂർ, കോലഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തൃശ്ശൂരെത്തി. വൈകുന്നേരം വരെ വീട്ടിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വൈകിട്ട് ഒരു 3:30-4 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞാനും ഏട്ടനും ആദിയും, അപ്പോൾ അവിടുത്തെ മോളും ഉണ്ടായിരുന്നു, വൃന്ദ. മറ്റേ കാറിൽ അച്ഛൻ, അമ്മ, അവിടുത്തെ മാമനും മാമിയുണ്ട്. 2 വണ്ടിയിലായിട്ടാണ് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കോലഴി എന്ന് പറയുന്ന സ്ഥലത്താണ് മാമൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ അകലെയായിട്ട് വാഴാനി എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. അത് വടക്കാഞ്ചേരിക്ക് സമീപമായിട്ടാണ്. കേച്ചേരി പുഴയുടെ കുറുകെയായിട്ട് അത് പരമ്പരാഗതമായ രീതിയിൽ മണ്ണ് കൊണ്ടൊക്കെ നിർമ്മിച്ച അപൂർവമായിട്ടുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് ഈ വാഴാനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം പ്രധാനമായിട്ട് നെൽകൃഷിയും അതുപോലെ കുടിവെള്ള ആവശ്യത്തിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഡാമിനോടനുബന്ധിച്ചിട്ടുള്ള മേഖല കുറച്ച് വനപ്രദേശമാണ്. അത് പീച്ചി വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ വാഴാനി ഡാമൊക്കെ ഒന്ന് സന്ദർശിക്കും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഉത്രാളിക്കാവിലേക്ക് പോവുകയാണ്. വാഴാനിയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഉത്രാളിക്കാവിലേക്ക്. അതും വടക്കാഞ്ചേരി തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതി വരില്ല. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വേറൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് ഒരു തീവണ്ടി അതിലേക്ക് കൂടി പാസ് ചെയ്യുന്നത്. അത് ഭയങ്കര സ്ലോയിലാണ് ആ തീവണ്ടി അങ്ങ് പാസ് ചെയ്യുന്നത്. അത് കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു. അപ്പോൾ എന്തായാലും ഉത്രാളിക്കാവിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. വരുന്ന വഴി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളെന്തായാലും നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് സന്തോഷമായിട്ട് മടങ്ങണു.
ഇനി ബാക്കിയുള്ളത് നാളെ പോയി കാണാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ ഞങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ കൂടുതൽ നല്ല വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ടാറ്റാ.